എക്സാമിൻ്റെ സ്കോർ പരിശോധിച്ച് റിസൾട്ട് പാസ്സാണോ ഫെയിലാണോ എന്നുള്ളത് കണ്ടെത്തുക. സ്റ്റോക്ക് ആവശ്യമുള്ളതിൽ താഴെ പോകുമ്പോൾ അടുത്ത ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള അലേർട്ട് മെസ്സേജ് തരിക. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് സ്കോറിനനുസരിച്ച് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ അനേകം ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന എക്സൽ ഫംഗ്ഷനാണ് ഇഫ് ഫംഗ്ഷൻ അഥവാ ഇഫ് ഫോർമുല. എക്സൽ ഇതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റ്സിലും ഇഫ് ഫംഗ്ഷൻ ഉണ്ട്. ഗൂഗിൾ ഷീറ്റ്സിലെ ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇഫ് ഫംഗ്ഷൻ്റെ 2 പ്രാക്ടിക്കൽ യൂസസ്, ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ഫോർമുല എഴുതുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇഫ് ഫംഗ്ഷൻ്റെ 2 പ്രാക്ടിക്കൽ യൂസസ് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ടേബിൾ നോക്കുക. കുറച്ച് വിദ്യാർത്ഥികൾ ഒരു പരീക്ഷയ്ക്ക് നേടിയ സ്കോറുകളാണ് ഈ ടേബിളിലുള്ളത്. ഇനി ഇവിടെയുള്ള മൂന്നാമത്തെ കോളം നോക്കുക. ഓരോ വിദ്യാർത്ഥിക്ക് നേരെ ഒന്നുകിൽ പാസ് അല്ലെങ്കിൽ ഫെയിൽ എന്ന ടെക്സ്റ്റ് വന്നിരിക്കുന്ന കാണാം. ശ്രദ്ധിക്കുക, ഫെയിൽ എന്ന ടെക്സ്റ്റുള്ള എല്ലാ സെല്ലുകളും ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി പാസ് മാർക്ക് എന്ന പേരിൽ കൊടുത്തിരിക്കുന്ന ഈ വാല്യൂ നോക്കുക. ഇവിടെ ഇപ്പോൾ 40 ആണുള്ളത്. ഈ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 75 ആക്കുന്നു, എൻ്റർ. നോക്കുക, അതിനനുസരിച്ച് ഇവിടെയുള്ള മൂന്നാമത്തെ കോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. പാസ് മാർക്കായ 75 അതിനു മുകളിലോ സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ മാത്രമാണ് പാസ് എന്ന റിസൾട്ട് വന്നിരിക്കുന്നത്. 75 താഴെ സ്കോറുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ ഫെയിൽ എന്ന റിസൾട്ടാണ് കാണുന്നത്. വീണ്ടും ഞാൻ പാസ് മാർക്ക് ചേഞ്ച് ചെയ്യുന്നു, 90. നോക്കുക, വീണ്ടും മൂന്നാമത്തെ കോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇങ്ങനെ ഡൈനാമിക്കായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് ഇഫ് ഫംഗ്ഷനാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഫ് ഫംഗ്ഷൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി. ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകളുടെ സാലറി ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടേബിളിലെ ആദ്യത്തെ കോളത്തിൽ എംപ്ലോയിയുടെ പേര്, രണ്ടാമത്തെ കോളത്തിൽ പ്രീവിയസ് ഇയർ സാലറി, അതായത് കഴിഞ്ഞ വർഷത്തെ സാലറി, മൂന്നാമത്തെ കോളത്തിൽ പെർഫോമൻസ് സ്കോർ, നാലാമത്തെ കോളത്തിൽ കറൻറ്റ് സാലറി, അതായത് ഹൈക്കിന് ശേഷമുള്ള ഇപ്പോഴത്തെ സാലറി. ഇനി സാലറി ഹൈക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. 10% സാലറി ഹൈക്ക് കിട്ടാനുള്ള മിനിമം പെർഫോമൻസ് സ്കോർ 60 ആണ്. അതായത് 60 60ന് മുകളിലോ പെർഫോമൻസ് സ്കോറുള്ള എംപ്ലോയീസിന് മാത്രമാണ് 10% ഹൈക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ സാലറി ഹൈക്കിന് വേണ്ടുന്ന മിനിമം പെർഫോമൻസ് സ്കോർ ചേഞ്ച് ചെയ്യുന്നു, 80 ആക്കുന്നു. നോക്കുക, അതിനനുസരിച്ച് ഇവിടെയുള്ള മൂന്നാമത്തെ കോളം അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. 80 80ന് മുകളിലോ പെർഫോമൻസ് സ്കോറുള്ള വ്യക്തികൾക്ക് മാത്രമാണ് 10% ഹൈക്ക് വന്നിരിക്കുന്നത്. ഇവിടെയും ഇഫ് ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടിയാണ് സാലറി ഹൈക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇഫ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നൊരു ലോജിക്കൽ എക്സ്പ്രഷൻ അഥവാ കണ്ടീഷൻ ശരിയാണോ തെറ്റാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന 2 വാല്യൂയിൽ ഒന്ന് റിട്ടേൺ ചെയ്യാനായിട്ടാണ് ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, ഹന എന്ന വിദ്യാർത്ഥിയുടെ സ്കോർ 50 അതിന് മുകളിലോ ആണെങ്കിൽ തൊട്ടടുത്ത സെല്ലിൽ പാസ് എന്നും 50ൽ താഴെയാണെങ്കിൽ ഫെയിൽ എന്നും ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെൽ സെലക്ട് ചെയ്യുന്നു, ഈക്വൽ ഇഫ് ഫംഗ്ഷൻ. നോക്കുക, ഇഫ് ഫംഗ്ഷൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇഫ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് ആണിത്. ഇഫ് ഫംഗ്ഷന് 3 ആർഗ്യുമെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ എക്സ്പ്രഷൻ, അതായത് ചെക്ക് ചെയ്യേണ്ടുന്ന കണ്ടീഷൻ. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് ഹന്ന എന്ന വിദ്യാർത്ഥിയുടെ സ്കോർ 50 അതിന് മുകളിലോ ആണോ എന്നുള്ളതാണ്. അതിനുവേണ്ടി സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ അഥവാ ലോജിക്കൽ എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ, അതായത് സ്കോർ 50 അതിന് മുകളിലോ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. സ്കോർ 50 50നേക്കാൾ മുകളിലോ ആണെങ്കിൽ പാസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ്, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. നമ്മളിവിടെ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ, അതായത് സ്കോർ 50നേക്കാൾ താഴെയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. സ്കോർ 50നേക്കാൾ താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ഫെയിൽ ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഫോർമുല പാസ് എന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, കാരണം സ്കോർ 50നേക്കാൾ മുകളിലാണ്. ഇനി ഈ വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 50നേക്കാൾ താഴെയുള്ള സ്കോർ ഉപയോഗിക്കുന്നു, 43. നോക്കുക, അതിനനുസരിച്ച് തൊട്ടടുത്ത സെല്ലിലെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. റിസൾട്ട് ഫെയിലാണ്. വീണ്ടും സ്കോർ അപ്ഡേറ്റ് ചെയ്യുന്നു, 78. നോക്കുക, തൊട്ടടുത്ത സെല്ലിൽ പാസ് എന്ന റിസൾട്ട് വന്നാൽ കാണാം. ഇനി ഫോർമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുന്നു. ഓരോ വിദ്യാർത്ഥിയുടെയും സ്കോറിനനുസരിച്ച് തൊട്ടടുത്ത സെല്ലിൽ റിസൾട്ട് വന്നാൽ കാണാം. 50ൽ താഴെയുള്ള സ്കോറുകൾക്ക് നേരെ ഫെയിൽ എന്നാണ് വന്നിരിക്കുന്നത്.
ഇനി ഈ പാസ് മാർക്ക് നമുക്ക് 70 ആക്കണമെന്ന് വിചാരിക്കുക. ഫോമുലയിൽ ഡയറക്റ്റായിട്ട് 50 എന്ന വാല്യൂ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഫോമുലകളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരെ മറിച്ച് ഈ പാസ് മാർക്ക് മറ്റൊരു സെല്ലിൽ എൻ്റർ ചെയ്തുകൊണ്ട് ആ സെല്ലിൻ്റെ അഡ്രസ്സാണ് ഫോമുലയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഫോമുല കുറച്ചുകൂടി ഡൈനാമിക് ആയിരിക്കും, ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അത്തരമൊരു ഫോമുല എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെയുള്ള ഓരോ വിദ്യാർത്ഥിയുടെയും സ്കോർ ഇവിടെ കൊടുത്തിരിക്കുന്ന പാസ് മാർക്കിനോട് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ ആണെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ നേരെ പാസ് എന്നും, സ്കോർ പാസ് മാർക്കിനേക്കാൾ താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഇഫ് എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇഫ് ഫംഗ്ഷൻ്റെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ എക്സ്പ്രഷൻ. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത് വിദ്യാർത്ഥിയുടെ സ്കോർ പാസ് മാർക്കിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണോ എന്നുള്ളതാണ്. അതിനുവേണ്ടി വിദ്യാർത്ഥിയുടെ സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി മിനിമം പാസ് മാർക്ക് കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഈ ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈ സെൽ റെഫറൻസ് ചേഞ്ച് ആവാതിരിക്കാനായിട്ട് F4 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുക. നോക്കുക, ഈ സെൽ റെഫറൻസ് അബ്സല്യൂട്ട് റെഫറൻസ് ആയിട്ട് മാറി. അതായത് സെൽ റെഫറൻസുകൾക്കിടയിൽ $സൈൻ ആഡ് ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ. ഇവിടെയുള്ള സ്കോർ പാസ് മാർക്കിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലോ ആണെങ്കിൽ പാസ് എന്ന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് പാസ് ഡബിൾ കോട്ട്സ് വാല്യൂ ഇഫ് ഫോൾസ്. സ്കോർ മിനിമം പാസ് മാർക്കിനേക്കാൾ താഴെയാണെങ്കിൽ ഫെയിൽ എന്ന് റിട്ടേൺ ചെയ്യാനായിട്ട് ഡബിൾ കോട്ട്സ് ഫെയിൽ ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള മിനിമം പാസ് മാർക്കിനേക്കാൾ താഴെയുള്ള എല്ലാ സ്കോറിനും നേരെ ഫെയിൽ എന്ന് വന്നത് കാണാം. ഇനി മിനിമം പാസ് മാർക്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നു, 80 ആക്കുന്നു. അതിനനുസരിച്ച് മൂന്നാമത്തെ കോളത്തിലെ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു. ഇനി ഫെയിൽ എന്ന റിസൾട്ട് വന്നിരിക്കുന്ന എല്ലാ സെല്ലുകളും ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. ഫോമാറ്റ്, കണ്ടീഷണൽ ഫോമാറ്റിംഗ്, ഫോമാറ്റ് സെൽസ് ഇഫ് ടെക്സ്റ്റ് ഈസ് എക്സാക്ട്ലി ഫെയിൽ, ഫിൽ കളർ ചേഞ്ച് ചെയ്യുന്നു, ലൈറ്റ് റെഡ് ആക്കുന്നു, ഡൺ. ഇനി പാസ് മാർക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ്, 55 ആക്കുന്നു. നോക്കുക, 55 55 മുകളിലോ സ്കോറുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും നേരെ പാസ് എന്ന് വന്നാൽ കാണാം. അതോടൊപ്പം ഫെയിൽ എന്ന റിസൾട്ടുള്ള സെല്ലുകൾ മാത്രമാണ് ലൈറ്റ് റെഡ് കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഈ ടേബിളിൽ കാണുന്ന ഓരോ എംപ്ലോയിയുടെയും പെർഫോമൻസ് സ്കോറിനനുസരിച്ച് സാലറി ഹൈക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓരോ ആളിൻ്റെയും പെർഫോമൻസ് സ്കോർ ഇവിടെ പറഞ്ഞിരിക്കുന്ന മിനിമം പെർഫോമൻസ് സ്കോറിനേക്കാൾ മുകളിലാണെങ്കിൽ 10% ഹൈക്ക് കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. നമുക്കിവിടെ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എംപ്ലോയിയുടെ പെർഫോമൻസ് സ്കോർ ഇവിടെ പറഞ്ഞിരിക്കുന്ന മിനിമം പെർഫോമൻസ് സ്കോറിനോട് ഈക്വലോ അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണോ എന്നുള്ളതാണ്. അതിനുവേണ്ടി എംപ്ലോയിയുടെ പെർഫോമൻസ് സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സാലറി ഹൈക്കിന് വേണ്ടുന്ന മിനിമം പെർഫോമൻസ് സ്കോർ കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക. ഈ സെൽ റെഫറൻസിനെ അബ്സല്യൂട്ട് റെഫറൻസ് ആക്കി മാറ്റാനായിട്ട് F4, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ. പെർഫോമൻസ് സ്കോർ മിനിമം പെർഫോമൻസ് സ്കോറിനേക്കാൾ മുകളിലാണെങ്കിൽ 10% ആണ് സാലറി ഹൈക്ക്. അതിനുവേണ്ടി പ്രീവിയസ് സാലറി മൾട്ടിപ്ലൈഡ് ബൈ 1.1, മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. നമ്മൾ സ്പെസിഫൈ ചെയ്ത കണ്ടീഷൻ തെറ്റാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. അതായത് എംപ്ലോയിയുടെ പെർഫോമൻസ് സ്കോർ മിനിമം പെർഫോമൻസ് സ്കോറിനേക്കാൾ താഴെയാണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ വർഷത്തെ അതേ സാലറി തന്നെ കിട്ടാനായിട്ട് പ്രീവിയസ് ഇയർ സാലറി കൊടുത്തിട്ടുള്ള സെല്ല് സെലക്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, ഈ എംപ്ലോയിയുടെ പെർഫോമൻസ് സ്കോർ മിനിമം പെർഫോമൻസ് സ്കോറിനേക്കാൾ താഴെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാലറി ഹൈക്കില്ല. തൊട്ട് മുമ്പത്തെ വർഷത്തെ സാലറിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേസമയം സാലറി ഹൈക്കിന് വേണ്ടുന്ന മിനിമം പെർഫോമൻസ് സ്കോർ 60 ആയിരുന്നെങ്കിൽ നോക്കുക 10% സാലറി ഹൈക്ക് അദ്ദേഹത്തിന് കിട്ടിയാണ്. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. നോക്കുക, 60 മുകളിൽ പെർഫോമൻസ് സ്കോറുള്ള എല്ലാ ആളിനും
10% സാലറി ഹൈക്ക് കിട്ടിയത് കാണാം. ഒരു ഇഫ് ഫംഗ്ഷനുള്ളിൽ ഒന്നോ ഒന്നിലധികമോ ഇഫ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നതിനാണ് നെസ്റ്റിംഗ് ഓഫ് ഇഫ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.